അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡെസ്ക് മേക്ക് ഓവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ 3 മക്കളിൽ 2 പേരും ഓൺലൈൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മകന് റൂമിലിരുന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. അപ്പോൾ ഇളയ ആൾക്ക് പഠിക്കാൻ കൃത്യമായിട്ട് ഒരു ഏരിയ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ റൂം ഷിഫ്റ്റ് ചെയ്തതും പിന്നെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്ന രീതിയിലും ഒക്കെ ആയിട്ട് അവന് കൃത്യമായിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനൊരു ചെറിയൊരു ലാപ്ടോപ്പ് ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നിലത്തൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു അവനൊരു കൃത്യമായിട്ടൊരു സ്റ്റഡി ഏരിയ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇത് ഹാളിലാണ്, ഓൾറെഡി ഹാളിലുള്ള ഒരു ടേബിളാണിത്. അപ്പോൾ ഞാൻ ആ ടേബിളിൻ്റെ മുകളിലുള്ള ഒരു വൈറ്റ് ബോർഡ് ഞാൻ എക്സ്ട്രാ വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചൊന്നിങ്ങനെ വലിച്ചിട്ട് അതിൻ്റെ ലാസ്റ്റിലേക്ക് വേറൊരു ചെറിയൊരു വൈറ്റ് പീസിൻ്റെ 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി നീളം കിട്ടാനും പിന്നെ അവൻ്റെ കാല് വെക്കാൻ ബോർഡൊന്ന് കുറച്ചും കൂടി മുന്നോട്ട് വലിച്ചിടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അതങ്ങനെ ചെയ്തത്. പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ ഞാൻ ഓൾറെഡി കുറേ സാധനങ്ങൾ, കാരണം ഹസ്ബൻഡ് ഇവിടെ ഇരുന്നിട്ടാണ് രാത്രിയിൽ കണക്ക് എഴുതുന്നത്, അങ്ങനെ വർക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളും ഇവിടെ ആർട്ടായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഡീക്ലട്ടർ ചെയ്തെടുത്തു. കാരണം വളരെ അത്യാവശ്യമുള്ളതും പിന്നെ അവൻ്റെ അവന് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി അവൻ്റെ ഇതാവരുതെന്ന് കരുതിയിട്ട് വളരെ അത്യാവശ്യമുള്ളതും അവൻ്റെ ശ്രദ്ധ മാറാത്ത രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുള്ളൂ. പിന്നെ അവന് സ്കൂളിലൊക്കെ വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് വാങ്ങിയത്. ഇപ്പോൾ നാട്ടിൽ ഇതിൻ്റെ അടുത്ത് പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്നും വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഇവിടെ നിന്നും വാങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം കൂടി അവന് ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ക്ലാസ്സിൻ്റെ എപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ, കാരണം KG2 പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാ ദിവസവും ഡെയിലി യൂസ് എന്നുള്ള രീതിയിൽ തന്നെ അവന് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അവൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചു. പിന്നെ അത്യാവശ്യമുള്ള പെൻസിൽ അങ്ങനെയുള്ളത്. പിന്നെ ഇനി ബുക്സ് കിട്ടിയിട്ടില്ല. ബുക്സ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയിൽ ഒരു പാത്രം വെച്ചിട്ടാണ് ഞാനത് അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതേമാതിരി ഒരു ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവന് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഞാനിങ്ങനെ വലിച്ചിട്ടതുകൊണ്ട് അവന് കാല് കംഫർട്ടായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. ബൈ.